ജയ ഏകാദശി എന്നത് പാപങ്ങളെ നശിപ്പിക്കുന്നതും ദുഃഖങ്ങളിൽ നിന്ന് മോചനം നൽകുന്നതും ഭക്തരെ മോക്ഷപാതയിലേക്ക് നയിക്കുന്നതുമായ അത്യന്തം മഹത്തായ ഒരു ഏകാദശിയാണ്. മാഘമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ദിവസമാണ് ആചരിക്കുന്നത് ജയ ഏകാദശി. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങളാണ് അല്ലേ. അവരുടെ ഓരോ മുൻജന്മ പാപങ്ങളാണ് നമ്മളെല്ലാവരും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ കാരണങ്ങളും ദുഃഖങ്ങളെല്ലാം. അപ്പോൾ അവയെല്ലാം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ പല രീതിയിലുള്ള വ്രതങ്ങളും പല രീതിയിലുള്ള പൂജകളും പല രീതിയിലുള്ള വഴിപാടുകളെല്ലാം ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ജയ ഏകാദശി എടുക്കുന്നതും സകല പാപങ്ങളും വിട്ടുമാറാനായിട്ട് ഏറെ നല്ലതാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ജയ ഏകാദശി വ്രതം വരുന്നത് 2026 ജനുവരി 29 വ്യാഴാഴ്ചയാണ് വരുന്നത്. ജയ ഏകാദശി സകല പാപങ്ങളിൽ നിന്നും മുക്തി ലഭിക്കാനും അതിലൂടെ ഐശ്വര്യപൂർണ്ണമായിട്ടുള്ളൊരു ജീവിതം കൈവരിക്കാനും പ്രാപ്തരാക്കുന്നു. ദുർബാധകൾ ഒഴിഞ്ഞു പോവാനും രോഗാതിപീഠകൾ ഒഴിഞ്ഞു പോവാനും ജീവിത ദുഃഖങ്ങൾ മാറി സന്തോഷകരമായ ജീവിതം ലഭിക്കാനും സാഹചര്യം ഒരുക്കുന്നു. മുൻ ജന്മ പാപം മൂലം അനുഭവിക്കുന്ന കുടുംബദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യപ്രദമായുള്ള ഒരു ജീവിതം ലഭിക്കാനായിട്ട് ഈ ജയ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് അത്രയേറെ നല്ലതാണ്. ജയ ഏകാദശി അഥവാ ഭീഷ്മ ഏകാദശി മാഘമാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ്. മഹാഭാരതത്തിലെ ഭീഷ്മർ എന്ന മഹാനുഭാവന്റെ പേരിലൂടെയാണ് ഭീഷ്മ ഏകാദശി എന്ന പേര് വന്നത്. ഈ പുണ്യദിനം ഭഗവാൻ മഹാവിഷ്ണുവിനെ വളരെ പ്രത്യേക ഭക്തിയോടെ ആരാധിക്കുന്നു. പുരാണങ്ങൾ പറയുന്നതിനനുസരിച്ച് ജയ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് മുൻ ജന്മാന്തര പാപങ്ങൾ നശിക്കുന്നു, ഭൂതപ്രേത യോനികളിൽ നിന്ന് മോചനം ലഭിക്കുന്നു, ജീവിതത്തിലെ ഭയങ്ങളും തടസ്സങ്ങളെല്ലാം മാറുന്നു, മനസ്സിന് ശാന്തിയും ആത്മാവിന് ശുദ്ധിയും ലഭിക്കുന്നു. ജയ എന്ന വാക്കിനർത്ഥം വിജയ് എന്നാണ്. അതിനാൽ ഈ ഏകാദശി നൽകുന്നത് പാപങ്ങളിൽ നിന്നുള്ള വിജയം, ദുഃഖങ്ങളിൽ നിന്നുള്ള വിജയം, അജ്ഞാനത്തിൽ നിന്നുള്ള വിജയം. അതുകൊണ്ടാണ് ഈ ഏകാദശിയെ വിജയം നൽകുന്ന ഏകാദശി എന്ന് വിളിക്കുന്നത്. പുരാണങ്ങൾ പറയുന്ന ജയ ഏകാദശിയുടെ വ്രതകഥ വളരെ ഹൃദയസ്പർശിയാണ്. ഈ കഥ ഭഗവാൻ ശ്രീകൃഷ്ണൻ ധർമ്മരാജാവായ യുധിഷ്ഠിരോട് പറഞ്ഞതായിട്ട് പുരാണങ്ങളിൽ പറയുന്നു. പുരാതന കാലത്ത് ദേവന്മാരുടെ രാജാവായ ഇന്ദ്രദേവൻ സ്വർഗലോകത്ത് മഹത്തായ വൈഭവത്തോടെ രാജ്യം ഭരിച്ചിരുന്നു. ഇന്ദ്രൻ്റെ രാജ്യസഭ എപ്പോഴും സംഗീതവും നൃത്തവും ദേവഗന്ധവും നിറഞ്ഞതായിരുന്നു. ആ സഭയിൽ ഗന്ധർവന്മാർ മധുരഗാനം പാടുകയും അപ്സരസുകൾ കൂടെ നൃത്തം ചെയ്ത് ദേവന്മാരെ സന്തോഷിപ്പിക്കുകയും ചെയ്തിരുന്നു. സ്വർഗസഭയിൽ ഒരു ദിവസം വലിയൊരു ദേവോത്സവം നടന്നു. അന്ന് ഇന്ദ്രദേവൻ്റെ പ്രത്യേക ആജ്ഞാപ്രകാരം പുഷ്പതന്തൻ എന്ന ഗന്ധർവനും മാലാവതി എന്ന അപ്സരസും നൃത്തഗാനം അവതരിപ്പിക്കാനായിട്ട് വേദിയിലെത്തി. നൃത്തം ആരംഭിച്ചപ്പോൾ ആദ്യമെല്ലാം ശരിയായിരുന്നു. പക്ഷേ നൃത്തത്തിനിടെ അവർ പരസ്പരം നോക്കിയപ്പോൾ മനസ്സിൽ പ്രണയം ഉണർന്നു. ആ പ്രണയത്തിൻ്റെ ആ ഒരിതിൽ അവരുടെ മനസ്സുകൾ സ്ഥിരത നഷ്ടപ്പെട്ടു. ഗാനം താളം തെറ്റി നൃത്തം തെറ്റിപ്പോയി. അങ്ങനെ ദേവസഭയിൽ ഇരുന്ന ദേവന്മാർ ഇത് ശ്രദ്ധിച്ചു. ഇന്ദ്രദേവനും ഇത് കണ്ടു. ദേവസഭയിൽ ഇരുന്നു കൊണ്ട് ധർമ്മം മറന്നത് ഇന്ദ്രനെ അത്യന്തം ക്രൂരനാക്കി. കോപത്തോടെ ഇന്ദ്രദേവൻ പറഞ്ഞു, സ്വർഗസഭയിൽ നിങ്ങൾ കാമവശരായി ധർമ്മവും കർത്തവ്യവും മറന്നു. ഇതിനുള്ള ശിക്ഷയായി നിങ്ങൾക്ക് 2 പേർക്കും പിശാച് യോനിയിൽ ജനിക്കണം. ഹിമാലയത്തിലെ കാടുകളിൽ വിശപ്പും തണുപ്പും ഭയവും സഹിച്ച് ദുഃഖത്തോടെ അലഞ്ഞു നടക്കണം. ഇന്ദ്രൻ്റെ വാക്കുകൾ പൂർത്തിയായ ഉടനെ അവർ സ്വർഗത്തിൽ നിന്ന് താഴേക്ക് വീണു. അവർ ഭീകരരൂപമുള്ള പിശാചുക്കളായിട്ട് മാറി. ഹിമാലയത്തിലെ മഞ്ഞും കാറ്റും നിറഞ്ഞ കാടുകളിൽ അവർ അലയാൻ തുടങ്ങി. ഭക്ഷണം കിട്ടാതെ, വെള്ളം കിട്ടാതെ കടുത്ത തണുപ്പിൽ അവർ ജീവിതം നയിച്ചു. വിശപ്പ് അവരെ എപ്പോഴും വേദനിപ്പിച്ചു. ഭയം അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞിരുന്നു. ദിവസങ്ങളും രാത്രികളും അങ്ങനെ ദുഃഖത്തിൽ നിന്ന് കടന്നുപോയി. അങ്ങനെയിരിക്കെ ഒരു ദിവസം മാഘമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി എത്തി. ആ ഒരു ദിവസം ഹിമാലയത്തിൽ അതികടുത്ത തണുപ്പുണ്ടായി. അവർക്ക് ഭക്ഷണം എവിടെ നിന്നും ലഭിച്ചില്ല. വിശപ്പും തണുപ്പും കാരണം അവർ കിടക്കാൻ പോലും കഴിയാതെ രാത്രി മുഴുവനും ഉറങ്ങാതെ ഇരിക്കേണ്ടി വന്നു. അറിയാതെ തന്നെ ആ ദിവസം അവർ ഉപവസിച്ചു. ആ രാത്രി മുഴുവൻ അവർ ഭക്ഷണമൊന്നും കഴിക്കാതെ ഇരുന്നു. അങ്ങനെ അവർ അറിയാതെ പാലിച്ച ഈ ഏകാദശി വ്രതത്തിൻ്റെ ഒരു മഹത്തായ ഫലമായി അവരുടെ ശരീരത്തിൽ അത്ഭുതകരമായ ഒരു മാറ്റം സംഭവിച്ചു. ഭീകരരൂപം മങ്ങിത്തുടങ്ങി. ദിവ്യമായ പ്രകാശം അവരെ ചുറ്റിപ്പറ്റി. അവർ വീണ്ടും സ്വർഗീയ ദിവ്യരൂപം പ്രാപിച്ചു. ഇന്ദ്രൻ്റെ ശാപം പൂർണ്ണമായിട്ട് നീങ്ങി. അവർക്ക് സ്വർഗലോകം വീണ്ടും പ്രാപ്തരായി. അവർ സംഭവിച്ചതെല്ലാം ഇന്ദ്രദേവനോട് പറഞ്ഞപ്പോൾ ഇന്ദ്രൻ അത്ഭുതപ്പെട്ടു. അപ്പോൾ ഭഗവാൻ ശ്രീ മഹാവിഷ്ണു പ്രത്യക്ഷനായി പറഞ്ഞു, മാഘമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി എന്ന ഈ ദിവസം ജയ ഏകാദശി എന്ന് അറിയപ്പെടുന്നു. ഈ ദിവസം വ്രതമനുഷ്ഠിക്കുന്നവർക്ക് ഭീകരമായുള്ള പാപങ്ങൾ പോലും നശിക്കും. ഭൂതപ്രേത യോനികളിൽ നിന്ന് മോചനം ലഭിക്കും. അവസാനമായി അവർ ആ മോക്ഷപ്രാപം പ്രാപിക്കും. പ്രിയ ഭക്തജനങ്ങളെ, ഇങ്ങനെയാണ് ഈ ജയ ഏകാദശി എന്ന പുണ്യദിനം ലോകമെമ്പാടും പ്രസിദ്ധമായത്. വിശ്വാസത്തോടെ വ്രതം അനുഷ്ഠിച്ചാൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ എല്ലാ കൃപയും നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും മുൻജന്മ പാപങ്ങൾ, നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ഓരോ ദുഃഖങ്ങളെല്ലാം മാറാൻ നമ്മൾക്ക്
എല്ലാവിധ വഴിപാടുകളും പ്രാർത്ഥനകളും വ്രതങ്ങളിലെ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ ജയ ഏകാദശി വ്രതം എടുക്കുമ്പോൾ സകല പാപങ്ങളും വിട്ടുമാറുമെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ ജയ ഏകാദശി 2026 ജനുവരി 29 വ്യാഴാഴ്ചയാണ് വരുന്നത്. ഏകാദശി തീയതി ജനുവരി 28-ാം തീയതി വൈകിട്ട് 4:36 തുടങ്ങി ജനുവരി 29 ഉച്ചയ്ക്ക് 1:55 അവസാനിക്കുന്നു. പാരണ വീടേണ്ട സമയം ജനുവരി 30 രാവിലെ 7:11 മുതൽ 9:22 വരെയാണ്. ഹരിവാസരം വരുന്നത് ജനുവരി 29 രാവിലെ 7:14 മുതൽ ജനുവരി 29 വൈകിട്ട് 7:14 വരെയുള്ള സമയത്താണ്. ദശമിയുടെ അന്ന് ഒരിക്കൽ ഊണായിട്ട് നിങ്ങൾക്ക് വ്രതം എടുത്ത് ഏകാദശിയുടെ അന്ന് പൂർണ്ണ ഉപവാസം സാധിക്കുന്നവർക്ക് മാത്രം പറ്റുന്ന രീതിയിൽ ആഹാരം കഴിക്കുന്നവർക്ക്, അതായത് അസുഖങ്ങളും പല രീതിയിലുള്ള മെഡിസിൻസൊക്കെ കഴിക്കുന്നവർ ഒരിക്കലും പൂർണ്ണ ഉപവാസം എടുക്കരുത്. അവർക്ക് പറ്റുന്ന രീതിയിൽ അരിയാഹാരങ്ങൾ ഒഴിവാക്കി പറ്റുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ കഴിച്ചുകൊണ്ട് നമുക്ക് വ്രതം എടുക്കാവുന്നതാണ്. ദശമിയുടെ അന്ന് ഒരിക്കലാണ് ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കുക. അതുപോലെ തന്നെ നമുക്ക് തലേ ദിവസം തന്നെ തുളസിയില പറിച്ചു വെക്കണം, പൂജയ്ക്ക് ആവശ്യമുള്ളത്. അതുപോലെ തന്നെ നമുക്ക് പറ്റുന്ന രീതിയിൽ ക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാന് പറ്റുന്ന തൃക്കൈവെണ്ണ ഭഗവാന് സമർപ്പിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം 108 പ്രാവശ്യം ജപിക്കുന്നതൊക്കെ അന്നേ ദിവസം നല്ലതാണ്. ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് പഴങ്ങൾ, ഇളനീര്, അതുപോലെ ഫ്രൂട്ട്സ് അങ്ങനെയെല്ലാം കഴിച്ച് നിങ്ങൾക്ക് വ്രതം എടുക്കാവുന്നതാണ്. അന്നേ ദിവസം വിഷ്ണു സഹസ്രനാമം, കൃഷ്ണാഷ്ടകം, ഭാഗവതം എന്നിവയൊക്കെ പാരായണം ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. വളരെ പുണ്യകരമായിട്ടുള്ള കാര്യമാണ്. അന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നതും നല്ലതാണ്. ഏകാദശിയുടെ അന്ന് നിങ്ങൾക്ക് മുൻജന്മ പാപമോചനത്തിനായിട്ട് നാരായണീയത്തിലെ ഗജേന്ദ്ര മോക്ഷം പാരായണം ചെയ്യുന്നതൊക്കെ എല്ലാ ദോഷങ്ങളും മാറാനായിട്ടുള്ള ഒരു പരിഹാരമാണ്. ജയ ഏകാദശി അഥവാ ഭീഷ്മ ഏകാദശി യഥാവധി അനുഷ്ഠിച്ച് എല്ലാവിധ പാപങ്ങളിലും മോക്ഷത്തിൽ നിന്നും ബാധദോഷങ്ങളിൽ നിന്നും മുക്തി ലഭിക്കാനായിട്ടും സർവ്വ ഐശ്വര്യപ്രദമായിട്ടുള്ള ജീവിതം നിങ്ങൾക്ക് ലഭിക്കാനായിട്ടും ഈ ഏകാദശി വ്രതം നിങ്ങൾക്ക് നല്ല രീതിയിൽ എടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ മറക്കണ്ട, 2026 ജയ ഏകാദശി വരുന്നത് വ്യാഴാഴ്ചയാണ്. അപ്പോൾ മറക്കാതെ തന്നെ എല്ലാവരും വ്രതം എടുക്കാൻ നോക്കുക. ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും നിങ്ങൾക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.